ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയുള്ളൊരു അടിപൊളി കോമ്പിനേഷൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് പൊട്ടറ്റോയും അതുപോലെ തന്നെ പാലക് ചീരയും വെച്ചിട്ടുള്ള റെസിപ്പിയാണ്, ആലു പാലക് റെസിപ്പി. അടുത്തത് വന്നിട്ട് ഒരു ഗാർലിക് പറാത്തയുടെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആ ഒരു പാലക് പൊട്ടറ്റോൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. അതും നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒരെണ്ണം നന്നായി പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാള അത് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ ആലുണ്ടല്ലോ പൊട്ടറ്റോ, അത് ഓൾറെഡി ഞാനത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരിഞ്ഞിട്ട് അതുപോലെ കഷ്ണാക്കിയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിത് അത് തുറന്ന് നോക്കുമ്പോൾ അതൊരു വിധം എല്ലാതും ഇങ്ങനെ വെന്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ നല്ലോണം തന്നെ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ കുറച്ച് ഗരം മസാല കേട്ടോ ചേർക്കുന്നത്. പൊട്ടറ്റോ ഉള്ള കാരണം ഗരം മസാല ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പൊട്ടറ്റോയ്ക്ക്. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായി മിക്സ് ആക്കിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പാലക് ചീര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കേണ്ടതായിട്ട് വരും. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പല്ലേ ചേർത്തുള്ളൂ പൊട്ടറ്റോയ്ക്ക് മാത്രം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി കുറച്ച് നേരം ഇത് അടച്ചു വയ്ക്കണം. ഒരു 1-2 മിനിറ്റ് മതി കേട്ടോ അടച്ചു വെച്ചാൽ മതി. കാരണം അത് നന്നായിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ ആവി വെള്ളം വീണ് നല്ലൊരു കുഴമ്പ് രൂപത്തിലാവും, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും ഈ ഒരു കറി. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ പരാറ്റയുടെ കൂടെ കഴിക്കാനായിട്ട് സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് അടച്ചു വയ്ക്കുന്നത്. അടച്ചു വെച്ച് വേവിച്ചിട്ട് നമുക്ക് തുറക്കുമ്പോൾ നല്ല ഇങ്ങനെ കുഴമ്പ് രൂപത്തിലുള്ള ഇത് ആലു പാലക് കറി എന്ന് തന്നെ പറയാം കേട്ടോ. അത് റെഡി. വളരെ ഈസി ആയിട്ട് നമുക്ക് മോർണിങ്ങിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരൈറ്റം കൂടിയാണത്. ഞങ്ങൾക്ക് പൊറാട്ടയുടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പറാത്ത ഉണ്ടാക്കാം. അത് ഞാൻ ആദ്യം ഗോതമ്പ് പൊടി എടുക്കുന്നത് കേട്ടോ. ഈ സെയിം കയ്യിൽ തന്നെ 4 കയ്യിൽ ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കയ്യിൽ മൈദയും അത്രയും ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചെടി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗാർലിക് ഒരു 5 എണ്ണം ഞാൻ എടുത്തിട്ട് അതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ പറാത്ത പറയുമ്പോൾ സാധാരണ നമ്മൾ ഇത്തിരി തിക്കായിട്ടുള്ള ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ മാവുന്നാണ് വിചാരിക്കുക. പക്ഷേ ഇങ്ങനെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. കൂടരുത്, വല്ലാണ്ട് കൂടരുത്. ഒഴിച്ചു കൊടുത്ത് ഇളക്കിയ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും ചേർക്കാം. അതുപോലെ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ കയ്യിൽ വെച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ അതിൽ നന്നായിട്ട് ഇങ്ങനെ കട്ട കെട്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോർക്ക് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ കട്ടയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിനൊഴിച്ച് നന്നായിട്ട് ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ട് അതുപോലെ ദോശ തവയിലൊഴിച്ച് നല്ലോണം ചൂടാവുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കാം കേട്ടോ. എന്നിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് അത് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരുമ്പോൾ നമുക്കത് മറിച്ചിടാം. ഇനി അത് തിരിച്ചും മറിച്ചിട്ട് വേവിച്ച് നല്ല ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഒത്തിരി നല്ലൊരു മയത്തിലാവാൻ വേണ്ടി നന്നായിട്ട് പൊങ്ങി ഇങ്ങനെ വരും. അപ്പോൾ വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. നമ്മളിത് മൈദമാവ് എടുക്കണമെന്നില്ല. മൈദയ്ക്ക് ഈ ഒരു ഗോതമ്പ് പൊടി ആട്ട മാവുണ്ടല്ലോ അത് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ലതാണ്. ഞാനൊരു നല്ലൊരു മയം കിട്ടാൻ വേണ്ടി മാത്രം മൈദ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ആട്ട മാത്രമാകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റായി. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയായി. പൂരിക്കും അതുപോലെ തന്നെ ചപ്പാത്തി
പിന്നെ പറാത്തയ്ക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ആലു അതുപോലെ പാലക് ചീര വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയും അതുപോലെ തന്നെ ഈ ഒരു ഗാർലിക് പറാത്തയും. അപ്പോൾ അത് രണ്ടുമാണ് എൻ്റെ മോന് ഞാൻ കൊടുത്തയച്ചു സ്കൂളിലേക്ക്. അപ്പോൾ ഞാൻ പറാത്ത ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ഇടാം. അപ്പോൾ അവന് ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തേ കേട്ടോ. എനിക്കൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ലോണം നെയ്യിൽ ഇങ്ങനെ കുളിപ്പിച്ചെടുക്കായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഷോർട്ട് ബ്രേക്കിന് മോനിതായി ഇതാണ് വെച്ച് കൊടുത്തത് കേട്ടോ, ബിസ്ക്കറ്റ്. അപ്പോൾ ബിസ്ക്കറ്റ് ഒന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ അതൊക്കെയായി മോനെ വിട്ടു. പിന്നെ ഞാൻ മോളും കഴിക്കാനായിട്ട് പോയി. ഞാൻ പിന്നെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും കണ്ടിരുന്നു നല്ലോണം നെയ്യൊക്കെ കുളിപ്പിച്ച് ഇങ്ങനെ നല്ല ടേസ്റ്റിന് വെറുതെ കടിച്ചിട്ടാണ് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനും മോളും കൂടി കഴിക്കാനിരിക്കുകയാണ്. നമ്മളുടെ പറാത്തയും ആലു പാലക്കും. മോൾക്ക് ഇത് കൊടുക്കും. മോൾക്ക് നല്ല ഇഷ്ടമായി. അവൾ തന്നെ ഇരുന്ന് കഴിക്കായിരുന്നു കേട്ടോ. അവൾ കണ്ടില്ലേ തന്നെ കുറച്ച് ഇതുണ്ടല്ലോ പൊട്ടറ്റോ അങ്ങനെ പൊട്ടിച്ചെടുക്കും. എന്നിട്ട് ആ ഒരു പറാത്തയുടെ ഉള്ളിൽ വയ്ക്കും, അത് മടക്കും, അവൾ കഴിക്കും അങ്ങനെ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.